ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രേവതിയുടെ വീട്ടിൽ പോയിട്ട് എന്തേ ഇത്ര പെട്ടെന്ന് തിരികെ വന്നതെന്ന് അച്ഛനും അച്ഛമ്മയും വീണ്ടും വീണ്ടും ചോദിക്കുന്നു. അവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നു കാണുമെന്ന് ശ്രുതിയും സച്ചിയുടെ അമ്മയും പറയുന്നു. അവിടെ എന്ത് പ്രശ്നം നടക്കാൻ, നിങ്ങൾ അകത്ത് പോയി ജോലികളെല്ലാം ചെയ്യാൻ പറഞ്ഞ് അച്ഛമ്മ വഴക്ക് പറയും. റൂമിലേക്ക് പോയ ശ്രുതിയുടെ പുറകെ ശ്രുതിയും എത്തുന്നു. എന്താ രേവതി അവിടെ നടന്നതെന്ന് ശ്രുതിയുടെ ചോദ്യത്തിന് രേവതി ഉത്തരം നൽകും. ഇതിന് മറുപടിയായി രേവതി ശ്രുതിയോട് പറയുന്നു, നിന്റെ അമ്മായിയമ്മയും കൂടി ഞങ്ങളുടെ വിവാഹ വാർഷികം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് എനിക്കറിയാം. എന്നാൽ ഞങ്ങളുടെ വിവാഹ വാർഷികം ഇന്ന് ഇവിടെ വെച്ച് ഞങ്ങൾ സന്തോഷത്തോട് തന്നെ ആഘോഷിക്കുമെന്ന് രേവതി പറയുന്നു. ശരത് ആന്റണി ജയിലിൽ പോയി കാണുകയും പിന്നീട് മാലയിട്ട് അവനെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. വിവാഹ വാർഷികത്തിന് ശരത്തും പോകണമെന്ന് ആന്റണി നിർബന്ധിക്കുന്നു. ശരത്ത് എന്നാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം സച്ചി ഉണ്ടാക്കുമെന്ന് ആന്റണിക്ക് നന്നായിട്ട് അറിയാം. ശരത്ത് പോകാൻ മടിക്കുന്നു. എങ്കിലും ആന്റണിയുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹ വാർഷികത്തിന് പോകാമെന്ന് തന്നെ സമ്മതിച്ചു. പിന്നീട് ശ്രീകാന്തും വർഷയും വീടെല്ലാം അലങ്കരിക്കുന്നതിന് വേണ്ടി സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെക്കുന്നു. വീടെല്ലാം അലങ്കരിക്കാൻ സഹായിക്കണമെന്ന് ശ്രുതിയോട് പറഞ്ഞിട്ട് വർഷയും ശ്രീകാന്തും പുറത്തേക്ക് പോകും. പിന്നീട് കയ്യിൽ കേക്കുമൊക്കെ ആയിട്ട് അവർ തിരിച്ചു വരുന്നു. കേക്ക് കഴിക്കാനുള്ള കൊതിയോടെ ശ്രുതി തനിക്കൊരു പീസ് ഇപ്പോൾ തന്നെ തരാൻ പറയുന്നു. ഇത് കേട്ട് അവനെ എല്ലാവരും കളിയാക്കുന്നു. വർഷയുടെ അമ്മ മഹിമയും വിവാഹ വാർഷികത്തിൽ പങ്കെടുക്കാൻ കയറി വരുന്നു. വർഷയുടെ അമ്മ വരുന്നത് സച്ചിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല. നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ, വഴക്കും പിണക്കവും എന്നും വച്ചുകൊണ്ടിരിക്കണമോ എന്ന് അവർ ചോദിക്കും. പിന്നീട് രേവതിയുടെ അമ്മയും അനുജത്തിയും വിവാഹ വാർഷികത്തിനെത്തുന്നു. എന്നാൽ അമ്മയുടെ മുഖത്ത് സച്ചി എന്തെങ്കിലും പറയുമോ എന്നുള്ള ചെറിയൊരു ഭയവും ഉണ്ട്. മഹിമ രണ്ടുപേർക്കും ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞുകൊണ്ട് വിഷ് ചെയ്യുന്നു. സച്ചി എന്ത് പറയണമെന്നറിയാതെ അന്തിച്ചു നിൽക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും. നന്ദി, നമസ്കാരം.